അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ മെയിൻ ഷെഫ് മെർലിൻ ആണ്. ചിക്കൻ കുരുമുളക് ഉപ്പിട്ടാണോ വേവിക്കാൻ? ചിലപ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ചിക്കൻ സ്റ്റോക്ക് ഒക്കെ കൂടെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങി സംഗതി ടോപ്പ് ആയിട്ടില്ല. നമ്മള് വിടൂല്ലോ. എന്തോ അതിനി കുക്കായിട്ടല്ലേ, അപ്പൊ അതുവരെ മിണ്ടാണ്ടിരിക്കണം. എന്തൊക്കെയാവോ എന്തോ. രാജതന്ത്രം എവിടം വരെയായി? ഉപ്പ് നോക്കാറായോ? ഹായ്, നമ്മുടെ മോര് കാച്ചിന്റെ ടേസ്റ്റ്. ഇത് നമ്മൾ പാസ്ത മോരൊഴിച്ചുട്ടെ. ഇത് ഇന്ന് ചോറിന് മോര് കാച്ചിയതും ചോറും. ഇത് മോര് കാച്ചിയത്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. എന്ത് കുറയാൻ, ഫസ്റ്റ് സൈറ്റിലെ എനിക്കിഷ്ടായി. പാപ്പ വീട് വിട്ട് പോവാണോ? എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. ഞാൻ അവളെ കൊണ്ട് തന്നെ ഇത് തീറ്റിപ്പിക്കും. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സ്ഥിരം അടുക്കളയിൽ നിന്ന് ഈ ഇൻട്രോ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കും കുക്കിംഗ് ആണെന്ന്. യെസ്, ഓഫ് കോഴ്സ് ഇന്നൊരു കുക്കിംഗ് ആണ്. ഇത് ആക്ച്വലി ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചൊരു കുക്കിംഗ് അല്ല കേട്ടോ. ഇന്ന് നമ്മൾ എന്തായാലും ഒരു പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് എന്തുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ആശയപ്രകാരമാണ് ഈ കണ്ടന്റിലേക്ക് എത്തിയത്. പാസ്ത ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ മെർലിന് നിർബന്ധം നമുക്ക് പാസ്ത ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ട് ഇന്നത്തെ മെയിൻ ഷെഫ് മെർലിനാണ്. എല്ലാം ചെയ്യുന്നതും കട്ടിങ്ങും കുക്കിങ്ങും എല്ലാം ഉൾപ്പെടെ ഞാൻ സൈഡിൽ നിന്ന് കമൻട്രി മാത്രമായിരിക്കും പറയുന്നത്. അപ്പോൾ ആൾ തന്നെ പാസ്ത സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. മെർലിൻ, ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഇത്രയും ചെറുതാക്കണ്ട ചിക്കൻ. നാല് പോലെ അരിയുന്നു. കുറച്ച് വലുതായിട്ട് അരിഞ്ഞോളൂ. ഇത് വേവിക്കാൻ പറ്റത്തില്ല, പിരിഞ്ഞു പോകും. ആള് കുക്കിംഗ് ഐഡിയാസ് മാത്രമേ ഉള്ളൂ, കുക്കിങ്ങിനെ പറ്റി വലിയ ബന്ധമില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് നിർദ്ദേശങ്ങൾ കൊടുത്ത് മെർലിനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കും. ചിക്കൻ ചിക്കൻ മറ്റേ സവോള അരിയുന്നാലും കുനുകുനാന്ന് അരിയുന്നത്. അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ വേവിച്ചെടുക്കുമ്പോൾ അത് വല്ലാണ്ടിരിക്കും. കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യും. എന്നാ വലുതെന്ന് വന്നപ്പോൾ പിന്നെ അങ്ങേ അറ്റം ഇത്രയുള്ള പീസായിട്ട് കട്ട് ചെയ്യുന്നു. അതിനൊരു 3 എണ്ണം ആക്ക്. അല്ല ശരി, എന്നാ 4 എണ്ണം ആക്ക്. കട്ട് ആ ഒരു അളവ് കട്ട് ചെയ്തോ? ഇങ്ങനെ തന്നെയല്ലേ? ആ, ഇതിനെയും ചെറുതാക്കണോ? നമ്മൾ അത് കുക്കായി വരുമ്പോ ഒരിച്ചിരി കാണത്തുള്ളൂ. അപ്പോഴേക്കും തുടങ്ങി നമുക്ക് പാസ്ത കുക്ക് ചെയ്യാൻ വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് പാസ്ത ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ നടക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ അല്ലേ? എനിക്കിത് എന്താണെന്നറിയില്ല, ഒരു ജലദോഷം, ഒരു പനിയുടെ ലക്ഷണം പോലെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫുൾ ടൈം വയ്യായികയാണ്. എനിക്ക് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്രയും അലച്ചിലും റെസ്റ്റ് എടുക്കാത്തതിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തോ ഒരു സുഖമില്ല, ഒരു വല്ലായിക. അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോയിൽ അത്രയ്ക്ക് ഒരു എനർജി ഇല്ലാത്തത്. പാസ്ത കഴിക്കാൻ ഇവിടെ പറഞ്ഞിട്ടിടാം. പാസ്ത കഴിക്കാൻ ഞാനും മെർലിനും മാത്രമേ ഉള്ളൂ. നീ പാസ്ത കഴിക്കുമോ? അഖിലും പാസ്ത കഴിക്കില്ല, ഈ ചായനും കഴിക്കില്ല. ഞാനും മെർലിനും മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഒത്തിരി എടുക്കുന്നില്ല, കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. ഇത്രയും പോരെ? മതി, ധാരാളം. അതെ, എന്താ പാസ്ത കഴുകാൻ വന്നതാ? നമുക്കിത് ആദ്യം നന്നായിട്ട് കഴുകാം. എന്നിട്ട് വേവിക്കുമ്പോൾ ഉപ്പും എണ്ണ ഒഴിച്ച് വേവിക്കാം. ഇത് വേഗം തന്നെ കുറച്ചധികം നേരം എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈദ മേടിച്ചോ? അല്ല, മൈദയല്ലേ ആ കട്ടിയുള്ള തിക്നെസ് തരുന്ന. മൈദയും ഫ്രഷ് ക്രീമും ചീസുമാണ്. അവളെന്തോ കണ്ടിട്ടാണ് ചെയ്യുന്നത്, എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ പാസ്ത നമ്മൾ മറ്റെന്താ, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മൈദ മാവ് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് അതിൽ പാലൊഴിച്ച് പിന്നെ ഉപ്പൊക്കെ ഇട്ട് വരുമ്പോഴല്ലേ അതിങ്ങനെ ബ്ലും ആവുന്നത്. എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഇന്ന് ഷെഫിൻ്റെ ഇഷ്ടപ്രകാരം നടക്കട്ടെ. എനിക്കറിയില്ല, എനിക്ക് പേര് മാത്രമേ അറിയുള്ളൂ. എന്തായിരുന്നു? ആൽഫ്രഡോയോ? അതെ.
ചെയ്തു വരുമ്പം ആൽഫ്രഡ് ആയാൽ മതിയായിരുന്നു. ജെയിംസ് കുട്ടിയായിരുന്നു അവസാനം. കുറച്ച് ഉപ്പിട്ട് ബോയിൽ ചെയ്യാവേ. ചിക്കൻ കുരുമുളക് ഉപ്പിട്ടാണോ വേവിക്കാൻ? തമ്പുരാനറിയാം. ഉപ്പ് തീർന്നു, ഉപ്പ് പൊട്ടിച്ചിടണം ഇനി ഇതിൽ. വയ്യ, ക്ഷീണം. ഓയില്, എൻ്റെ എസ്തെറ്റിക് ഓയിൽ ബോട്ടിലിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്ന് എസ്തെറ്റിക് ലുക്ക് മാറ്റി പിടിച്ചിട്ട് സാധാരണ എണ്ണക്കുപ്പിയിൽ നിന്ന് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ചിക്കനും പാസ്റ്റയും കൂടെ ഒരുമിച്ച് ഒന്നിൽ തന്നെ ഇട്ട് ബോയിൽ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് കഴിക്കായിരുന്നോ? നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ചിക്കനും പാസ്റ്റയും കൂടെ നമുക്ക് ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യാം. കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞ ചിക്കൻ പീസുകളും എൻ്റെ നിർദ്ദേശപ്രകാരം വലുതായിട്ട് അരിഞ്ഞ ചിക്കൻ പീസുകളും കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി വെള്ളത്തിൽ ഉപ്പുണ്ട്. ചിക്കനിൽ ഇനി കുരുമുളക് സെപ്പറേറ്റ്ലി ആഡ് ചെയ്യുന്നില്ല. പരീക്ഷണാർത്ഥം ചെയ്യുവാണെങ്കിൽ ചിക്കനും പാസ്റ്റയും കൂടെ ഒരുമിച്ചിട്ടുള്ള ഈ ഒരു കുക്ക് ചെയ്തെടുക്കൽ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്നിനും കുഴപ്പമില്ല. എന്തായാലും പാസ്ത കുക്കാകാൻ ഒരു 20 minutes ഒക്കെ വേണ്ടി വരും. ആ സെയിം ടൈം തന്നെയാണ് ചിക്കനും എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ടുണ്ട്. ചിലപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ കൂടെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങി എന്തോ. ഓക്കെ, ആൽഫ്രഡോ അതെ, ഞാൻ നിന്നെയാണ് വിളിച്ചത് ആൽഫ്രഡോ. ഇനി എന്താണ് പരിപാടി? മെയിൻ ഷെഫ് പറയൂ. ഞാനൊന്ന് അസിസ്റ്റൻ്റ് ആണ്. അതെനിക്കും അറിയാം, അത് തിളയ്ക്കണം എന്ന്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താ ചെയ്യണ്ടേ? അതെനി കുക്കായിട്ടല്ലേ? അപ്പൊ അതുവരെ മിണ്ടാണ്ടിരിക്കണം. ഓക്കെ, 3:30 അഖിലിന് പോണം. 3:05 ആയിട്ടുണ്ട്. 3:25 പാസ്ത റെഡിയായാൽ നമ്മൾ ഈ വൈറൽ കണ്ടന്റ് പുറത്തിറക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഇത് പെട്ടിയിലിരിക്കും. എന്നാലും പാസ്തയ്ക്ക് മൈദ വേണ്ടേ? മൈദയും പാലും എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ചീസ് മേടിച്ചോ? അതെ അതെ. അപ്പൊ പിന്നെ ചീസില്ലാതെ ശരിയാവോ? ബട്ടറും രണ്ട് സാധനങ്ങളല്ലേ? ഓക്കെ, എന്തൊക്കെയാവോ എന്തോ. ചിക്കനൊക്കെ കുക്കായോ? ഇല്ല, ഇനി കുക്കാവാൻ കുറച്ചുകൂടെ ഉണ്ട്. മറ്റേ സാധനം എടുക്കാം, സ്പൂൺ വെക്കണം. എടി അമ്മ, അവരെ നിന്നെ വിളിക്കുന്നു. മെർലിനെ പറയണേന്ന്. എന്തോനെ? നീ അല്ലേ വിളിച്ചത്? നമ്മുടെ പാസ്തയും ചിക്കനും ഒക്കെ ഏകദേശം ഒരു 3/4 വേഗമായിട്ടുണ്ട്. നമുക്ക് ആ നേരം കൊണ്ട് പാൻ ചൂടാക്കി അതിലേക്ക് എന്താണ് ബട്ടർ ഒഴിച്ചിട്ടല്ലേ സോട്ട് ചെയ്യുക? എണ്ണ വേണ്ട, ബട്ടർ മതി. എണ്ണയുടെ ടേസ്റ്റ് എനിക്ക് പാസ്തയിൽ ചിന്തിക്കുമ്പോൾ കൊള്ളില്ലാന്ന് തോന്നുന്നു. ഹലോ മെയിൻ ഷെഫ്, പെല്ല എൻ്റെ തലയിലായേ? വേണ്ട, എല്ലാ സാധനം എടുത്തു വരുന്നതായിരിക്കും. ഇത് നേരത്തെ എടുത്തു വെച്ച് കഴിഞ്ഞാലേ നമുക്കിങ്ങനെ കട്ടയായിട്ട് ഇളക്കാൻ പറ്റത്തില്ല. ഈ ബട്ടർ സമയമാകുമ്പോഴേ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാവും. അപ്പോൾ ഇങ്ങനെയുള്ള പാക്കറ്റ് ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ, ഇല്ലെങ്കിൽ കുറേയൊക്കെ കവറിൽ വേസ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ വേറെ ഫ്രഷ് ഓർമ്മ എടുത്തിട്ടുണ്ട്. പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടാണോ ഇനി ഫ്രഷ് കൊണ്ട് വരുന്നത്? ഇതൊന്ന് ചൂടായി മറ്റത് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. ബട്ടർ ഒഴിച്ചു. സോൾട്ടഡ് ബട്ടറാണ്. നമുക്കതിലേക്ക് കുറച്ച് ഗാർലിക് ഓൾറെഡി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടോ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പൊക്കെ ഇടണ്ടേ? ഇത് സ്വന്തമായിട്ട് പറഞ്ഞാൽ മതിയേ. എന്നോടാണ് വന്നെല്ലാം പറയുന്നത്. നമ്മുടെ ഗാർലിക്ക് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഗാർലിക്കിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. ആ നേരം നമ്മുടെ ഈ പാസ്തയും ചിക്കനും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുക്കായല്ലോ അല്ലേ? ഞാൻ നോക്കിയിട്ടില്ലേ. ഞാൻ നോക്കുന്നില്ല, നീ എന്നെ നോക്കിയോ? ചിക്കൻ കുക്കായോ? ചോദിച്ചത് എൻ്റെ ഭാഗ്യം. എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനും ഇന്നലെ ചെയ്യാത്ത ജോലിക്ക് ഞാൻ വഴക്ക് പറഞ്ഞതിൻ്റെ വ്യക്തിവൈരാഗ്യം തീർക്കാനും എന്നെ വയറിളക്കിപ്പിച്ച് കിടത്താനുള്ള ടാക്ടിക്കൽ മൂവ്. അതിലേക്ക് ഞാൻ കുറച്ച് ഇതിട്ട് കൊടുത്തു. എന്തായിരുന്നു ഇത്? ചില്ലി ഫ്ലേക്സ്. അതിട്ടു. നമുക്കിനി മറ്റേ ബട്ടർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അടുത്ത
ബട്ടർ ആഡ് ചെയ്തു. പറ്റണില്ലേ ഇത് പൊട്ടിക്കാൻ? ഒന്ന് പൊട്ടിച്ചേടി. മാഡം ജി മേ നെഹി ക്യാ കരോ. ഇനി ഇത് ബട്ടറോട് ഇട്ടിട്ട് ബട്ടർ ഇട്ടിട്ട് ഫ്രഷ് ക്രീമോ? അപ്പം അതെപ്പോൾ ഇടും? ബട്ടർ ഇടാനുള്ള സമയമാകുമ്പോഴേ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാവൂ. അപ്പോൾ അത് ഈ പാക്കറ്റ് ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഒന്നും പോകത്തില്ല. ആ തണുപ്പോട് കൂടി ഫുൾ ഇളകി വരും. നമുക്ക് നമ്മൾ ബട്ടർ ഇട്ടു. ചുമ വരുന്നു. മസാല ഈശോ. ഇനി ഫ്രഷ് ക്രീം ഇടുവോ? എനിക്കിതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. ആദ്യം ഇത് സ്റ്റിർ ചെയ്ത് അല്ല ഇതെന്താ ചെയ്യണം? അല്ല ആദ്യം ഇത് അങ്ങനെ മാറ്റി വെക്കണ്ട, എന്നിട്ട് ക്രീം ഒഴിച്ചാൽ പോരെ? ക്രീമിന്ന് പത വരുമോ? എനിക്കറിയില്ല, ഞാൻ ഈ സാധനം കഴിച്ചിട്ടേ ഉള്ളൂ. ഇത് ആഡ് ചെയ്യാൻ സമയമായോ? കുറച്ചുകൂടി ഇത് റോസ്റ്റ് ആവണം. നമുക്കത് വരെ ആക്ച്വലി ഫ്രഷ് ക്രീമിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്ന് കഴിച്ചു നോക്കാവേ. അല്ല, ഒന്ന് കുലുക്കിയിട്ടെടുക്കാം. ഇച്ചിരി കഴിച്ചു നോക്കട്ടെ. ഒരു മിനിറ്റ് ഗായ്സ്. ഒരു ടേസ്റ്റും ഇല്ല. ഉപ്പുമില്ല, മധുരമില്ല, പുളിയില്ല, എരിയുമില്ല, ഒരു ഒരു ടേസ്റ്റും ഇല്ല. ഓക്കെ, ഇത് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. അവന് ചിലപ്പോൾ ഇഷ്ടാവില്ല. നമുക്കിത് എത്ര ഒഴിക്കണം ഷെഫ്? ഒഴിക്കട്ടെ? ഈശോ, വെള്ളം ആഡ് ചെയ്യാവോ ഇതില്? ഒരു അന്തവും കുന്തവും ഇല്ലാതെ എല്ലായിടത്തും ഒഴിച്ചിട്ടുണ്ട്. എന്താവും അറിയില്ല എനിക്ക്. ഫ്രഷ് ക്രീം കൂടിപ്പോയോ? അപ്പോൾ കുറച്ചുകൂടി ക്രീം വേണം എന്നാണ് ഉദ്ദേശിച്ചത്. അയ്യോ, ഇത് ഇത്ര ഇതിലിട്ട് ഇളക്കണോ? പാത്രം വലുതാക്കാനോ? അന്ന് പിന്നെ വലിയ പാത്രം ആദ്യമേ എടുത്താൽ പോരായിരുന്നോ? അപ്പം ഇതിലിട്ട് ഇളക്കാൻ പറ്റത്തില്ല, കളയും. ഇത് എൻ്റെ മെയിൻ ഷെഫ് തന്നെ ഇത് കഴിച്ചു തീർക്കുവേ. എനിക്കിതിൽ ഒരു പങ്കുമില്ല ഗായ്സ്. നമുക്ക് പച്ചമലയാളികൾ നമുക്ക് ഈ കുപ്പിയിൽ തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിനുള്ളിട്ട് ഇളക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നണം. എല്ലാം കൂടെ മിക്കവാറും പുറത്തേക്ക് കളയും. കുറച്ചായിട്ട് വെള്ളം കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്യണ്ടേ? ഇത്രയും മതിയോ? ഞാൻ ആദ്യമായിട്ടാണ് ബ്ലൈൻഡ്ലി ഒരാളുടെ വാക്ക് കേട്ട് ഒരു സാധനം ഇങ്ങനെ ചെയ്യുന്നത്. ഇതെൻ്റെ ഇത് കണ്ടിട്ട് ഇതിൽ ഉപ്പുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഹായ്, നമ്മുടെ മോര് കാച്ചിൻ്റെ ടേസ്റ്റ്. സീരിയസ്ലി നല്ല നല്ല കുറുകിയ മോര് കാച്ചതില്ലേ, പുളിയില്ലാത്ത തൈരിട്ട് നമ്മൾ ഉണ്ടാക്കത്തില്ലേ, ഈ ഉള്ളി മസാലയൊക്കെ താളിച്ചിട്ട് താളിപ്പ് തൈരിലോട്ട് ഒഴിച്ച് ഇളക്കിയെടുക്കില്ലേ, അതേ ടേസ്റ്റ്. ഇത് നമ്മൾ പാസ്ത മോരൊഴിച്ചുവിട്ടെ. നമുക്കിതിലേക്ക് ഈശ്വര ഉപ്പ് തീർന്നു. പാപ്പു, ഉപ്പ് പൊട്ടിച്ചിടാൻ ഞാൻ മറന്നുപോയി. നമുക്കിനി വീഡിയോ കഴിഞ്ഞിട്ട് പൊട്ടിക്കാം. തൽക്കാലം ഈ ഉപ്പ് ഇതിലിട്ടെടുക്കുള്ളത്. ഇനി ഇതിലേക്ക് പച്ചമുളക്, കടുക് വറുത്തത്, താളിപ്പ് എന്തെങ്കിലും ഉണ്ടോ? കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കട്ടെ. പുകയോ? ഇത് ഇന്ന് ചോറിന് മോര് കാച്ചിയതും ചോറും. ഇത് മോര് കാച്ചിയത്. ഒരു മിനിറ്റ്, ഒരു വിരൽ കൊണ്ട് ഞാൻ എടുത്തുതരാം. പാപ്പു, മെയിൻ ഷെഫ് ആരെന്നറിയോ? മെർലിൻ മണ്ടേല. പാപ്പു വീട് വിട്ട് പോവാണോ? നിക്ക് പോവല്ലേ, ഇങ്ങ് വന്നേ. ആൾക്കാരെല്ലാവരും പറയുന്നു പാപ്പു ഭയങ്കര പാവമാണ്. ഞാൻ ഇന്ന് Q&A റിയാക്ഷൻ എപ്പിസോഡിൽ എല്ലാം മാറ്റി പറഞ്ഞിട്ടുണ്ട്. വെറും തോന്നൽ മാത്രമാണ്. ഞാൻ വേണമെങ്കിൽ ഒരാഴ്ച പാപ്പുരെ വീട്ടിൽ നിർത്താൻ തരാം, തിരിച്ചതുപോലെ പാക്ക് ചെയ്ത് കൊണ്ടുവരും. ഇപ്പോഴും പാവത്തര അഭിനയിച്ച് നിൽക്കുവാണല്ലേ. നാട്ടുകാരെ, നിങ്ങളിതിൽ വീടരുത്, ഇതിലൊന്നും വിശ്വസിക്കരുത്. ഇവിടുത്തെ നമ്പർ 1 ഗുണ്ടയാണ് വീടിനുള്ളില്. ഇനി എന്താ ചെയ്യാ? അതെ, ഇതൊക്കെ ആയി വന്നു കേട്ടോ. വേണ്ട അല്ലേ? അല്ല, ഇതിലേക്ക് നമ്മളിനി ചില്ലി ഫ്ലെക്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല.
മെയിൻ ഷെഫ് പറഞ്ഞു എരിവ് വേണ്ടാന്ന്. ഞാൻ ഇതൊക്കെ റെഡിയാവുന്നതിന് മുമ്പ് ആദ്യമേ പറഞ്ഞതായിരുന്നു. ചീസ് ഇടണോ? ഇതിപ്പോ എന്താ രണ്ടായിട്ട് എടുക്കണേ? വലിയ കഷ്ണങ്ങളാണ്. ഇത് ഇതിലോട്ട് അപ്പഴേക്കും അത് തിളച്ച് പോവില്ലേ? ഇല്ല, തിളച്ചോണ്ട് കുഴപ്പമില്ല. കുറുകിപ്പോവും, കട്ട പോലെയാവും. ക്രീമല്ലേ. ഞാൻ ഇവളെ എങ്ങനെ കെട്ടിച്ചോടും ഗൈസ്, എനിക്കറിയത്തില്ല. ഓ, വലിയ ഉപകാരം പോലെ ചെക്കൻ രക്ഷപ്പെട്ടു. ഈ മെനക്കെട്ട പരിപാടികളുടെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മെർലിനാന്ന് പറയും. കാരണം ചിക്കൻ പീസ് വലുതാണ്, നമ്മൾ വലുതായിട്ട് ഇട്ടതാണല്ലോ. അത് കഴിക്കുന്ന നേരത്ത് മറ്റേ കമ്പും കോലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിച്ചാൽ പോരെ. അതിന് ഈ മെനക്കെട്ട് പാസ്ത വരെ ചിക്കൻ വേണം ഇങ്ങനെ ആക്കണേ, പാടല്ലേ നിനക്ക്? ഞാനാണെങ്കിൽ എളുപ്പപ്പണിയുടെ അങ്ങേ അറ്റം പീക്ക് ലെവലാന്ന്. അപ്പൊ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചോ. ഷോർട്ട് ചെയ്യൂ എൻ്റെ അകത്ത്. ബാക്കിയുള്ളത് വേണം, ബാക്കിയുള്ളത് പിന്നെ ഷോർട്ട് ചെയ്താൽ ഈശ്വരാ എന്താവോ എന്താ. സർക്കസ് ആവരുത് അവസാനം. നമ്മള് ഈ മാറ്റിയേക്കുന്ന ചിക്കൻ ഇതിലിട്ട് നമുക്കൊന്ന് ഇങ്ങനെ സോർട്ട് ചെയ്തെടുക്കാനാണ് ഷെഫിന്റെ ഉത്തരവ്. അതത്രേ ഉള്ളൂ. ഇതൊന്ന് ഒരു തരി കളയാൻ പറ്റത്തില്ല. എല്ലാം പൈസ കൊടുത്ത് വെറുതെ മേടിച്ചു. ഇത് ഇനി സുഖമായിട്ട് ഇതിലിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. ഇൻ കേസ് വലുതാണെങ്കിൽ എനിക്കിത് കുഴപ്പമില്ല. ഇതിൽ തന്നെ ഇട്ട് ഇങ്ങനെ വലുതാക്കിയാൽ പോരെ. അതിനാണ് എൻ്റെ മോളി മെനുക്കെട്ട് നെല്ല് വേറെ പതിര് വേറെ ആക്കി തിരിച്ചുകൊണ്ടിരുന്നത്. പാസ്തയുടെ സമയമായോ? അല്ല, ഇതൊക്കെ മൂട്ടി പിടിച്ചു തുടങ്ങി. ബ്രൗൺ കളറായി, വൈറ്റ് ഒക്കെ മാറിയിട്ട്. ഇതാ പാസ്ത നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. ഇതാ ഇതിലിട്ട് ഇളക്കാൻ പറ്റത്തില്ല. എന്നോട് നേരത്തെ വലിയ കാര്യത്തില് പാസ്ത ബോയിൽ ചെയ്യാൻ കുറച്ചും കൂടെ വലിയ പാത്രം എടുത്തൂടെ, എന്നിട്ട് ഇത് സോട്ട് ചെയ്യാൻ ഇത്രയേ ഉള്ളൊരു പാനും കൊണ്ട് വന്നേക്കുന്നു. ഇതിപ്പോൾ ഇളക്കാനൊന്നും പറ്റണില്ല ഗൈസ്. അഡ്ജസ്റ്റ് ചെയ്ത് ഇളക്കി ഒരുവിധം കൊണ്ടുവരാം എന്നല്ലാതെ അതിൽ കൂടുതൽ അളക്കൽ അത് നടക്കില്ല. ഇനി ഈ പൗഡർ എപ്പോഴാണ് ഇടുന്നേ? കഴിക്കുമ്പോഴാ? ഫൈനലായി, എല്ലാം കഴിഞ്ഞു. നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റു. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഇതെന്തായിരുന്നു, ഇറ്റാലിയൻ സീസണിങ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ നമ്മളിങ്ങനെ എല്ലാ സൈഡിലും ആഡ് ചെയ്തു. പാസ്തയ്ക്ക് പകരം പിസ്സ ആയോ എന്നാണ് ഇപ്പം എൻ്റെ സംശയം. വാ, ഇനി എൻ്റെ ഷെഫ് മെർലിൻ വന്ന് ഇത് ടേസ്റ്റ് ചെയ്യും. യെസ്, കം. ഷെഫ് മെർലിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ആൽഫ്രഡോ പാസ്തയാണിത്. ഞാൻ അവളെ കൊണ്ട് തന്നെ ഇത് തീറ്റിപ്പിക്കും. ചിലപ്പം കഴിക്കുമ്പോൾ നല്ലതായിരിക്കും, അറിയത്തില്ല. എന്തായാലും ഇപ്പം നമുക്ക് അവളുടെ തലയിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, കമോൺ ഗായ്സ്. മസാലയാണോ നീ എന്നെ പ്രാഗിയതാണോ? കഴിക്ക്. ചൂട്, വായ പൊള്ളും. കുഴപ്പമില്ല. അങ്ങോട്ട് നോക്കി പറ. അഖിൽ ചിരിക്കുന്നുണ്ട് അവിടെ നിന്ന്. പോയി എന്തോ ഒരു സാധനം കൂടുതലുണ്ടോ? പാസ്ത വെന്തിട്ടില്ല, ഉപ്പ് തീരെ ഇല്ല. നല്ല മോര് കറിയുടെ ടേസ്റ്റ്. പാസ്ത നല്ല പുഴുങ്ങാത്ത പാസ്ത എടുത്ത് നമ്മൾ നല്ല കച്ചത്താഴം ഉള്ളിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് താളിപ്പുണ്ടാക്കി അതിലൊക്കെ തട്ടി എൻ്റെ ചിക്കനും പോയി. കഴിക്കേ, ഞാനത് പാക്ക് ചെയ്ത് കൊടുത്തിട്ട് ഹോസ്റ്റലിൽ നിന്ന് കഴിക്കാം. പാസ്ത ഒന്നുമില്ല, കഴിച്ചു നോക്കില്ലായിരുന്നല്ലേ? വയറുവേദനിക്കും. ഇനി അടുത്ത ഐഡിയ അവളുടെ തലയിൽ മറ്റേ കിങ് ലെയർ ആണ്. എങ്ങനെ ചേച്ചി, നമുക്കിനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചിട്ട് വേവിച്ചാലോ? പാസ്ത പുഴുങ്ങി കിട്ടും ഒറ്റയടി. തീർന്നു. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. അടുത്ത വീഡിയോയിൽ വയറിളകിയില്ലെങ്കിൽ കാണാം. ടാറ്റാ.